അവസാന മന്ത്രിസഭാ യോഗം അവസാനിപ്പിച്ച് രാജിക്കത്തും നൽകി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പടിയിറങ്ങിക്കഴിഞ്ഞു. ഇനി ഡൽഹിയിൽ വെറും രാജ്യസഭാ MP ആയി നിതീഷ് തുടരും. 2 പതിറ്റാണ്ട് ബീഹാറിനെ നയിച്ച നിതീഷ് കുമാർ കിരീടവും ചെങ്കോലും BJPയുടെ കാലക്കൽ വെച്ച് വണങ്ങിയാണ് പടിയിറങ്ങുന്നത്. ബീഹാർ മുഖ്യമന്ത്രിയായി BJP നേതാവ് കൂടി വരുന്നതോടെ JDU എന്ന പാർട്ടി തീർത്തും ബീഹാറിൽ അപ്രസക്തമായി കഴിഞ്ഞു. BJP ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും പട്നയിലെത്തിയിട്ടുണ്ട്. NDA യോഗം ചേർന്ന് പുതിയ നേതാവിനെ പ്രഖ്യാപിക്കും. രാവിലെ 11 മണിക്ക് അവസാന മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷം നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി രാജിക്കത്ത് കൈമാറിക്കഴിഞ്ഞു. നിലവിൽ ഉപമുഖ്യമന്ത്രിയായ സാമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രിയാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. അമിത്ഷാ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണ സാമ്രാട്ടിന് അനുകൂല ഘടകമാകുമെന്നാണ് വിലയിരുത്തുന്നത്. സാമ്രാട്ട് മുഖ്യമന്ത്രിയായാൽ നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത്, മന്ത്രി വിജയ് ചൗധരി എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേൽക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. നിതീഷ് കുമാർ പദവി ഒഴിയുന്നതോടെ ബീഹാർ രാഷ്ട്രീയത്തിലെ ഒരു യുഗത്തിനാണ് അവസാനമാകുന്നത്. 243 അംഗ നിയമസഭയിൽ 89 MLA-മാരുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് നിലവിൽ BJP. ആ BJPയിലേക്ക് ഭരണം എത്തുന്നതോടെ ബീഹാർ മറ്റൊരു സംഘപരിവാർ സംസ്ഥാനമായി മാറുമെന്ന് ഉറപ്പാണ്. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് നിതീഷ് കുമാർ നിയമസഭാ കൗൺസിൽ അംഗത്വം രാജിവെച്ചത്. മാർച്ച് 16-നായിരുന്നു നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 10ാം തവണയും ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിലെത്തി. വെറും 4 മാസത്തിന് ശേഷമാണ് നിതീഷ് കുമാർ പടിയിറങ്ങുന്നത്. അനാരോഗ്യമാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും പിന്നിൽ ചില ചരടുവലികൾ ഉണ്ടെന്നും പറയുന്നുണ്ട്. നിതീഷിനെതിരെ ചില വലിയ അഴിമതി ആരോപണങ്ങളുടെ തെളിവുകൾ EDക്ക് പക്കലുണ്ടെന്നും ഈ കേസ് പുറത്തു വന്നാൽ നിതീഷ് കുമാർ ജയിലിൽ അഴിയണമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് രാജിപ്രഖ്യാപനം വന്നത്. അതേസമയം ഡൽഹിയിലേക്ക് താവളം മാറ്റുമ്പോൾ നിതീഷിനെ പൂർണ്ണമായും BJP വിഴുങ്ങിക്കഴിഞ്ഞു. അനാരോഗ്യമുണ്ടായിരിക്കാം, എന്നാൽ അത് BJP മുതലെടുക്കുന്നിടത്താണ് നിതീഷ് കുമാറിന്റെ പതനം തുടങ്ങുന്നത്. തികച്ചും അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് ബീഹാറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. നേരത്തെ JDU-വിൽ നിന്നോ BJP-യിൽ നിന്നോ ആയിരിക്കും പുതിയ മുഖ്യമന്ത്രി എന്ന വാർത്തകൾ വന്നിരുന്നുവെങ്കിലും പിന്നീട് മുഖ്യമന്ത്രി കസേര താമര പാർട്ടിയിലേക്ക് വീഴുകയായിരുന്നു. നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞതോടെ BJP സ്വന്തമാക്കിയത് 3 നേട്ടങ്ങളാണ്. 1, സ്വന്തം മുഖ്യമന്ത്രി. 2, നിതീഷിന്റെ സ്വാധീനം ഇനി സംസ്ഥാനത്ത് കുറയും, ദേശീയ രാഷ്ട്രീയത്തിലും അപ്രസക്തനാകും. 3, രാഷ്ട്രീയത്തിലിറങ്ങുന്ന നിതീഷിന്റെ മകൻ നിശാന്ത് കുമാർ പ്രായോഗിക തലത്തിൽ തികച്ചും അപരിചിതനും ദുർബലനുമാണ്. തേജസ്വി യാദവ്, ചിരാഗ് പസ്വാൻ എന്നീ യുവനേതാക്കൾക്കൊപ്പം നിൽക്കാനുള്ള ശേഷി നിശാന്തിനില്ല. അതിനാൽ നേട്ടം BJPക്ക് തന്നെയാണ്. സ്വന്തം മുഖ്യമന്ത്രി എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് താഴെത്തട്ടിൽ RSSും മേൽത്തട്ടിൽ BJPയും കാലങ്ങളായി നടത്തിയ കരുനീക്കങ്ങളാണ് ബീഹാറിൽ യാഥാർത്ഥ്യമാകുന്നത്. നിതീഷ് കുമാറിന്റെ പൂർണ്ണ സമ്മതത്തോടെ അധികാര കൈമാറ്റം എന്ന BJPയുടെ സ്വപ്നം നടപ്പാകുമ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിന്റെ ഭാവി കാലം പിടിച്ചെടുക്കാമെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടി നേതൃത്വം എന്ന് കാണാം. ലാലു പ്രസാദ് യാദവ്, രാം വിലാസ് പസ്വാൻ, നിതീഷ് കുമാർ ത്രയത്തിന്റെ രാഷ്ട്രീയവും മുദ്രാവാക്യങ്ങളും ജാതി രാഷ്ട്രീയ സമവാക്യങ്ങളും അടിത്തറയിട്ട ബീഹാർ രാഷ്ട്രീയത്തിൽ ഹൈന്ദവതയിലൂന്നിയ രാഷ്ട്രീയത്തിന് വേരോട്ടം ഉറപ്പിക്കാനാകും BJPയുടെ അടുത്ത നീക്കം എന്ന് പറയാം. ബീഹാറിലെ NDA സഖ്യത്തിനുള്ളിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തമായ കാലം മുതൽ സംസ്ഥാനത്ത് സ്വന്തം മുഖ്യമന്ത്രി തന്നെയായിരുന്നു അവരുടെ മുദ്രാവാക്യം. 2020-ലെ തെരഞ്ഞെടുപ്പിൽ സർവ്വ ആയുധങ്ങളും എടുത്ത് പയറ്റി നോക്കി. എന്നാൽ നിതീഷിന് പകരം ജനപ്രീതിയുള്ള നേതാവിനെ കണ്ടെത്താനാകാത്ത നീക്കം നീട്ടിവെച്ചു. 2025-ലെ തെരഞ്ഞെടുപ്പിൽ നിതീഷിനെ മുൻനിർത്തി വീണ്ടും തെരഞ്ഞെടുപ്പ് ജയിച്ചു. അവസാനം ഭരണത്തിന്റെ കടിഞ്ഞാൽ BJP ഏറ്റെടുക്കുമ്പോൾ അന്ത്യമാകുന്നത് നിതീഷ് കുമാർ യുഗത്തിന് തന്നെയാണ്.